എൻ്റെ പേര് ഐദ്രൂസ് എന്ന റേഡിയോ കോയ. ഐദ്രൂസ് എന്നാണ് ഉമ്മിവാപ്പിട്ട പേര്. പിന്നെ കാലക്രമേണ റേഡിയോ റിപ്പയറുകാരനായ എൻ്റെ പേരിലാണ് എന്നെ റേഡിയോ കോയ റേഡിയോ കോയ എന്ന്. ഇത് ഏതൊരു വാൽവ് റേഡിയോ, പഴയ റേഡിയോ കിട്ടാത്ത സാധനങ്ങളൊക്കെ ഞാൻ വരുത്തിച്ചിട്ടും പൊളിച്ചിട്ടും പഴയതിട്ട് കഴിഞ്ഞ് പാടിച്ച് കണ്ടീഷനായി. ആ റേഡിയോസിനോട് കേൾക്കാൻ എൻ്റെ ഒരൊറ്റ ആഗ്രഹം കൊണ്ടാണ് ഞാൻ റേഡിയോ മെക്കാനിക്കായത്. അല്ലാതെ ഇന്ന ഒരു ഗുരുനാഥനൊന്നുമില്ല റേഡിയോ മെക്കാനിക്കാവാൻ. പിന്നെ റേഡിയോ കോയ എന്ന് പറഞ്ഞാൽ പഴയ റേഡിയോകൾ റിപ്പയർ ചെയ്യാനാണ്. അത് റേഡിയോ സിലോൺ എന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ സിനിമാ ഗാനങ്ങൾ റേഡിയോയിൽ വെക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമം ഗവൺമെൻറ് കൊണ്ടുവന്നു. ആ സിനിമാ ഗാനങ്ങൾ പിന്നെ കേൾക്കണമെങ്കിൽ ഗോവ സ്റ്റേഷൻ ഉണ്ട്, ഗോവ. അത് ഒരു യുദ്ധം ഉണ്ടായി ഉള്ള സമയത്ത് അത് ബോംബിട്ട് തമർന്നു പോയി. പിന്നെ ആ സ്റ്റേഷൻ ഉണ്ടായിട്ടില്ല. എല്ലാവരും പിന്നെ സിലോൺ റേഡിയോനെ ആശ്രയിക്കേണ്ടി വന്നു. ആ സിലോൺ റേഡിയോ രാവിലെ 6:30 മണിക്ക് തുടങ്ങിയാൽ 10 മണി വരെയും ഞായറാഴ്ചകളിൽ ഫുൾ പരിപാടിയായിരുന്നു. ആ സമയത്താണ് വേലുത്തമ്പി പുലി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ സ്റ്റേഷൻ തന്നെ നിർത്തേണ്ടി ഗതികേടായിപ്പോയി. 10 മണി മുതൽ 2 മണിയെല്ലാം അത് നിർത്തി. സിലോൺ സ്റ്റേഷൻ തന്നെ കൊളംബോ ജാഫ്നയിൽ കൊളംബ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ തമിഴും അവരുടെ സിംഹള ഭാഷയിലായിരുന്നു. അതിൽ ഹിന്ദി ബ്രോഡ്കാസ്റ്റിംഗ് ഉണ്ടായിരുന്നു. നല്ല ഹിന്ദുസ്ഥാനി പാട്ടുകൾ കേൾക്കാൻ മിഡിൽ ഈസ്റ്റ് ഈസ്റ്റ് ആഫ്രിക്ക സർവീസ് എന്ന് പറഞ്ഞ 2 മണി വരെ വെക്കുന്നത് ഹിന്ദി പഴയ ചലച്ചിത്ര ഗാനങ്ങളാണ്. ഹിന്ദുസ്ഥാനി സംഗീതത്തിനോട് ഇത്രയും കമ്പം വരാൻ കാരണം റേഡിയോ സിലോണാണ്. ഒരു 4 വയസ്സ് 5 വയസ്സുള്ള സമയത്ത് ഞാൻ ഗ്രാംഫോണിന് വേണ്ടി കുറേ കരഞ്ഞപ്പോൾ വാപ്പ ഒരു ഗ്രാംഫോൺ വാങ്ങിക്കൊണ്ടിരുന്നു. അന്നത്തെ റെക്കോർഡ് സെൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ റഫി സാഹിബിൻ്റെ ജഹാംബദിലെ ജുഗ്നു എന്ന് പറഞ്ഞ പിക്ചറിലെ റെക്കോർഡാണ്. അങ്ങനത്തെ സൈകളുടെ പങ്കജ് മല്ലിക്കിൻ്റെ റെക്കോർഡൊക്കെയാണ് അന്നത്തെ കാലത്തുള്ളത്. അത് ഒരു ചെറുപ്പത്തിലാണത്. അതിനുശേഷം 59 കാലഘട്ടത്തിൽ 60 ആണ് കരണ്ട് കിട്ടിയത്. ആ കരണ്ട് വെസ്റ്റ് കോസ്റ്റ് ഇലക്ട്രിക്കൽസ് എന്ന് പറഞ്ഞ പ്രൈവറ്റ് പാർട്ടിൻ്റെ കരണ്ടാണ്. അത് സിറ്റിയിൽ കുറച്ച് സ്ഥലത്ത് മാത്രമേ കിട്ടുള്ളൂ. എല്ലാ സ്ഥലത്തും കറണ്ടില്ല കാലത്തല്ല. അന്ന് പ്രൈവറ്റായിരുന്നു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പിന്നെയാണ് അത് നാഷണലൈസ് ചെയ്തത്. കറണ്ട് കിട്ടിയ കാലത്ത് റേഡിയോ വാങ്ങി. അന്ന് ജനിച്ചതിനെ കൊണ്ട് എനിക്ക് ഇതൊക്കെ കാണാനും അന്നത്തെ സിനിമ കാണാനും യോഗ ഉണ്ടായി. ഈ മുഹമ്മദ് റഫീനോടുള്ള പ്രത്യേക ആരാധന മൂത്തിട്ടാണ് ഞാൻ റഫി സാഹിബിൻ്റെ കളക്ഷൻ മാത്രം തേടി നടക്കുന്നത്. എത്രയോ കാലങ്ങളായി മദ്രാസിലും ബോംബെയിലും ബാംഗ്ലൂരും മൈസൂരും മധുര പഴനി പാലക്കാട് കോയമ്പത്തൂർ എല്ലാ സ്ഥലത്തും പോയി റെക്കോർഡ് കളക്ഷൻ. അവിടെയൊക്കെ ഒരു റഫി സാഹിബിൻ്റെ ഒരു പാട്ട് LP റെക്കോർഡിലുണ്ടെങ്കിൽ ഞാനത് വാങ്ങിയിരിക്കും. അങ്ങനെ കളക്ഷൻ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ 10,000 LP റെക്കോർഡ് ഞാൻ സ്വന്തമാക്കിയിട്ടുണ്ട്. അതിന് നിങ്ങൾ ഏത് പാട്ടുകൾ ചോദിച്ചാലും എനിക്ക് നിഷ്പ്രയാസം എടുത്തുതരാൻ കഴിയും. അതൊരു പാട്ട് ഏത് പാട്ടാണ്, ഏത് സിനിമയാണ്, ആരാണ് അതിന് മ്യൂസിക് ചെയ്തത്, ആരാണ് അതിനെ അഭിനയിച്ചത്, ഇതൊക്കെ നിഷ്പ്രയാസം എനിക്ക് പറയാൻ കഴിയും. അത് അന്ന് കണ്ട് ആ സിനിമൻ്റെയും അന്നത്തെ കാലത്ത് ജനിച്ചതിനെ കൊണ്ടുള്ളൊരു ഭാഗ്യമാണ്. റെക്കോർഡിന് 40 ഉറുപ്പികയാണ് ഒരു റെക്കോർഡിന് വരാൻ. നമ്മൾ 4 സ്നേഹിതന്മാർ 10 ഉറുപ്പിക അങ്ങനെ വയ്യാക്കിയിട്ട് വാങ്ങും. അന്ന് റഫി സാഹിബിൻ്റെ LP ഒക്കെ വന്നാൽ എനിക്ക് ഇന്നത്തെ ഫോൺ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. എന്നാലും വിവരം അറിയിക്കും റെക്കോർഡ് വന്നിക്കിടുന്നു. എങ്ങനെയും കഷ്ടപ്പെട്ട് ഞാൻ വാങ്ങും. തിന്നാനും കുടിക്കാൻ ഉണ്ടെങ്കിലും ഞാൻ റെക്കോർഡ് വാങ്ങും. അങ്ങനെ സ്റ്റോക്ക് ചെയ്ത റെക്കോർഡുകളാണ്. ചില പാട്ടുകൾ ഒരു പാട്ട് ഞാൻ മദ്രാസിൽ ഒക്കെ പറഞ്ഞയച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ മൈസൂർ നമ്മൾ സ്നേഹിതൻ്റെ ഭാര്യയും 2 കുട്ടികളും വേറൊരു സ്നേഹിതനുണ്ട്. നമ്മൾ അംബാസഡർ കാറെടുത്ത് കഴിഞ്ഞ് കൂട്ടുപുഴ വഴിക്ക് തലശ്ശേരിക്ക് കൂടി മൈസൂർ പോയി. അവിടെ
പറയുമ്പോൾ നാഷണൽ ലോഡ്ജിൻ്റെ ചോട്ടിൽ റെക്കോർഡ് വെക്കുന്ന പീടിയ. അവിടെ പോയിട്ട് ഞാൻ ഈ റെക്കോർഡ് ചോദിച്ചപ്പോൾ അയാൾ എടുത്തു കഴിഞ്ഞ് വെച്ചെന്ന്. ഞാൻ അത്ര അപ്പം തന്നെ വാങ്ങിയില്ല. നമ്മൾ കാറായിട്ട് ഇങ്ങനെ വരുമ്പോൾ കാറ് കായൽക്കുണ്ടയിലേക്ക് മറിഞ്ഞ്. അപ്പം ഞാനെന്താണ് ഉദ്ദേശിച്ചത്, എൻ്റെ ഓൻ്റെ കുട്ടികൾക്കോ കുടുംബത്തിനോ എന്താ പറ്റിയെന്നില്ല ഞാൻ ചിന്തിക്കുന്നത്. എൻ്റെ റെക്കോർഡിന് എന്താ പറ്റിയെന്ന്, എൻ്റെ റെക്കോർഡ് എടുത്തൊക്കെ ഒന്നും പറ്റില്ല. ഞാൻ എൻ്റെ ഒരു സ്വാർത്ഥത അവിടെ കാട്ടി. ഞാനിപ്പോൾ അടുത്ത ആളുകളോട് ചില ആളുകളോട് അത് പറഞ്ഞെന്നല്ലാതെ അവനൊക്കെ മരിച്ചിട്ട് കാലം കുറേ. എൻ്റെ സ്നേഹിതനെ തന്നെ. ദൈവപുത്രനാണെന്നാണ് മന്നയുടെയൊക്കെ പറഞ്ഞത്, ലതാ മങ്കേഷ്കർ പറഞ്ഞത്, OP നയ്യർ പറഞ്ഞത്. നിങ്ങൾ 1000 കൊല്ലം കാത്തു നിന്നാലും ഒരു മുഹമ്മദ് റഫി നിങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല. 2ാം പ്രാവശ്യം അനവധി പാട്ടുകാർ റഫി സാഹിബിൻ്റെ പാട്ട് പാടുന്നവരുണ്ട്. ഒരു പാട്ട് മുഴുവിച്ച് പാടാൻ പറ്റിയ ഒരൊറ്റ പാട്ടുകാരൊന്നും വരെ ജനിച്ചിട്ടില്ല. റഫി സാഹിബ് പാട്ടിയ പാട്ട് വീണ്ടും ഒന്നും പാടാൻ പറ്റില്ല. നമ്മൾ കേൾക്കുമ്പോൾ തോന്നും റഫി സാഹിബിൻ്റെ മാതിരി തന്നെയാണ് തോന്നുന്നുണ്ട്. അതിവിടെ വന്ന് അതിൻ്റെ ഒറിജിനൽ ട്രാക്ക് എടുത്ത് വെച്ചാൽ അറിയാം റഫി സാഹിബ് എങ്ങനെ അതിൽ എന്തൊക്കെ ഇന്ദ്രജാലം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഒരു എന്ന് പറയുന്നതോട് തന്നെ എത്രയോ സ്വരങ്ങൾ അടങ്ങിയിട്ടുണ്ട് റഫി സാഹിബ്. ഇവർക്കൊന്നും അതറിയില്ല. 1973 റഫി സാഹിബും രാത്രി 9 മണിക്ക് റഫി സാഹിബ് മനാഞ്ചറിലെത്തി. അന്ന് 5 റുപ്യ ടിക്കറ്റിന്. 5 റുപ്യ കൊടുത്തത് ഒരു സാധാരണക്കാരന് മാനാഞ്ചിറയിൽ പോയിട്ട് കാണാനൊന്നും കേൾക്കാനൊന്നും കഴിയില്ല. മാനാഞ്ചിറ കൊള്ളുന്നതിൻ്റെ 2 ഇരട്ടി ആൾ റോഡ് മേലുണ്ട്. ഞാനതിലെ എങ്ങനെയൊക്കെയോ പോയി ഒരു പോലീസുകാരെ ഒരു ലാത്തി വീശി കുറേ ആൾക്കാർ ഓടിച്ച കൂട്ടത്തിൽ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഓടിക്കയറി. ആ ഓടിക്കയറിയ കൂട്ടത്തിൽ സിനിമ തന്നെ പപ്പു അവകാശപ്പെട്ടത് ഞാനും അങ്ങനെ ഓടിക്കയറിയായിരുന്നു. അത് ഉണ്ടാവാൻ വയ്യുണ്ട്. ഞാൻ എൻ്റെ കൂടെ പല ആളും കയറിയിട്ടുണ്ട്. രാത്രി 9 മണി വരെ പെരും മഴ പെയ്യുന്നു. ആളുകളൊന്ന് ചെയറിന് മുകളിൽ എണീറ്റ് പോയിട്ടില്ല. ഈ റഫി സാഹിബ് വരുമല്ലോ. 9 മണിക്ക് റഫി സാഹിബ് വന്ന് സ്റ്റേജിൽ കയറി ആദ്യമായിട്ട് ഓ ആജ് മോസം ബഡാ ബൈമാൻ ഹെ ലോഫർ എന്ന് പറഞ്ഞ പിക്ചറിലെ പാട്ടാണ് റഫി സാഹിബ് ആദ്യം പാടിയത്. എനിക്കതിന് അന്നൊരു 17 വയസ്സ് ഉണ്ടാവുള്ളൂ. വളരെ ചെറുതാണ് ഞാൻ. അപ്പോൾ റഫി സാഹിബ് 73 വന്ന് എനിക്കൊരു കാണാനില്ലൊരു യോഗം ഉണ്ടായിരുന്നു. റഫി സാഹിബിനെ കാണാൻ കഴിഞ്ഞല്ലോ. കാണാത്ത ആളുകളൊക്കെ ഈ ആളുകളൊക്കെ ചില ആളുകൾ മദ്യത്തിൻ്റെ അടിമായിട്ട് പോകും. ചില ആളുകൾ ഇപ്പോഴത്തെ ലഹരി പല ഇതിൽ. ഞങ്ങളൊന്നും ഞങ്ങൾ സംഗീതം ഞങ്ങൾ സംഗീതം കേൾക്കാത്തവന് മൃഗത്തിന് തുല്യമാണെന്ന്. സംഗീതം ഇല്ലാത്തവൻ, നിങ്ങൾ സംഗീതം കേൾക്കൂലേ? സംഗീതം കേൾക്കാത്തവൻ മൃഗത്തിന് തുല്യമാണെന്ന്. മൃഗം കേൾക്കും. നമ്മളടുത്തുള്ള പശുക്കളൊക്കെ പാല് കൂടുതൽ ചെറുത്തു. 1980 ഞാൻ റേഡിയോ സിലോണുണ്ട്. 8 മണിയായപ്പോൾ 8 മണിയായിട്ട് പുതിയ പാട്ടാണ് വെക്കേണ്ടത്. പെട്ടെന്നുണ്ട് ലണ്ടൻ പരിപാടി എന്ന് പറഞ്ഞാൽ LP റെക്കോർഡ് വെക്കുന്നത്. ഞാൻ അച്ഛന് അവിടുന്ന് എനിക്ക് അവിടെ ഒരു സ്ഥലം പോരാ. ഞാൻ അടുത്ത വീട്ടിൽ നമ്മുടെ സ്നേഹിതൻ്റെ വീട്ടിൽ പേപ്പർ ഇടുന്നുണ്ട്. അവിടെ കൂടി മൂപ്പരെ വിളിച്ച് ഞാൻ റഫി സാഹിബ് ഒന്ന് മരിച്ചിരുന്നു തോന്നുന്നു. പാട്ട് സിനോളിൻ്റെ തലകുത്തനാണല്ലോ വെക്കണേ. വാർത്തയിൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഞാൻ കരഞ്ഞു കഴിയുന്നത്. അത് പറഞ്ഞാൽ വിചാരിക്കും അഭിനയിക്കുകയാണെന്നൊക്കെ. ഞാനത് പെണ്ണുങ്ങളോടൊക്കെ പറഞ്ഞ് ആകെ. അപ്പോൾ ആരോ ചോദിച്ചു അപ്പോഴാ മോനെ പ്രസവിച്ചിട്ടില്ല. അപ്പം നിങ്ങളിത് മുഹമ്മദ് റഫി എന്ന് പേരിടാൻ ചെന്ന് മോന് കുരുത്തക്കേട് കളിച്ച് എനിക്ക് ഉണ്ടായിട്ടായി പോയിക്കുകയാണെങ്കിൽ റഫി സാഹിബിന് മോശമാണത്. മുഹമ്മദ് റഫി എന്ന് പറഞ്ഞാൽ മഹാൻ്റെ മാന്യത പറഞ്ഞാലും തീരൂല. അതിന് മാത്രം മാന്യത റഫി സാഹിബിൻ്റെ പറയാനുണ്ട്. ഇപ്പോൾ ഒരു റഫി സാഹിബിൻ്റെ മ്യൂസിയം വന്നിരുന്നു. ബിൽഡിങ്ങിൻ്റെ പണി കഴിയാനായിട്ടുണ്ട്. അവർ ചോദിച്ചിന് ആരും കൊടുക്കുക. കുട്ടികൾ പറഞ്ഞാൽ ആരും കൊടുക്കണ്ട. ഇതിപ്പോൾ എന്ത് ചെയ്യാനാന്ന് പറയുകയാണെങ്കിൽ ഇതൊരു മ്യൂസിയം ആയിട്ട് അങ്ങനെ നിൽക്കട്ടെ.
യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ കുട്ടികൾ, സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ വരും. ഓർക്ക് റേഡിയോനെ പറ്റിയിട്ടും പാട്ടിനെ പറ്റിയിട്ടും റെക്കോർഡ് വെച്ച് കൊടുത്തിട്ടും ഓർക്ക് ഒരു പഠന സ്ഥലം കൂടി അയക്കാനാണ് എൻ്റെ ആഗ്രഹം. കുട്ടികൾക്കൊരു വിദ്യാഭ്യാസം കിട്ടണമല്ലോ. ഇപ്പോൾ ഒരു റേഡിയോ ഇന്ന് ആര് കണ്ടുപിടിച്ച്, ആരാണ് അതിൻ്റെ, അത് ഇപ്പോൾ മാർക്കോണി ആണ് റേഡിയോ കണ്ടുപിടിച്ചത്. ആ റേഡിയോനെ പറ്റിയൊരു വിസ്തീർണം കുട്ടികൾക്ക് കൊടുക്കുക. ഇതാണ് റേഡിയോ, ഇതിൽ നിന്നാണ് ഇതിൻ്റെ സ്റ്റേഷൻ ഇതിലേക്ക് വരുന്നത്. പല സംഭവങ്ങളും നമ്മൾ റേഡിയോ കൂടി കിട്ടേണ്ട അതൊക്കെ ഇന്ന് ഇല്ലാണ്ടായി. ഇങ്ങനത്തെ പല കലാപരിപാടികളും നിങ്ങളൊരു മനസ്സിൻ്റെ ഒരു ആഹ്ലാദത്തിലാണ്, ജനങ്ങളൊരു സന്തോഷത്തിലാണ്. ഇന്നിവിടെ എല്ലാ സ്റ്റേഷനുകളും ബേൺ ചെയ്തു പോയി നമ്മളെ ഗവൺമെൻറ്. നമ്മൾ ഇന്ത്യയിലുള്ള സ്റ്റേറ്റിൽ മുഴുവനും 2ഉം 3ഉം സ്റ്റേഷനുകളാണ്, FM സ്റ്റേഷന്. ഈ റേഡിയോ സ്റ്റേഷനൊക്കെ നിർത്തുക എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അതൊക്കെ വല്ലാത്തൊരു സങ്കടമുള്ള കാര്യമാണ്. പാട്ടുകളൊന്നും ഇപ്പം മര്യാദയ്ക്ക് കേൾക്കാൻ കഴിയില്ല. ആ ഒരൊറ്റ വിഷമമുണ്ട്. जो भी हो तुम खुदा की कसम लाजवाब